പാലക്കാട് നിന്ന് നമുക്കിപ്പം ഗോകുൽ വി എസ് ചേരുന്നുണ്ട്. ഗോകുൽ, മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് പെൺകുട്ടി പരാതി കൊടുക്കുന്നു. അതുവരെ പാലക്കാട് കണ്ണാടിയിൽ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷനാവുകയാണ്. ഇന്നിപ്പോൾ ഈ നിമിഷം വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തു വരാം. ഒരു നിയമ തടസ്സവുമില്ല. ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യമാണ്. അപ്പോൾ നാളെ വോട്ട് ചെയ്യാൻ രാഹുൽ വരാനുള്ള സാധ്യത എങ്ങനെയാണ്? MLA ഓഫീസിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? അതായത് നമ്മൾ രാഹുലുമായി അടുത്ത് നിൽക്കുന്നവരുമായി ചോദിക്കുമ്പോൾ വരണമല്ലോ, രാഹുൽ MLA അല്ലേ, വോട്ട് ചെയ്യാൻ എന്തായാലും എത്തുമല്ലോ എന്നുള്ള പ്രതികരണമാണ് രാഹുലുമായി അടുത്ത് നിൽക്കുന്ന ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ വരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. കാരണം പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർ മേട് സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ആണ് രാഹുലിന് വോട്ടുള്ളത്. ഇവിടേക്ക് മാറ്റിയിരുന്നു രാഹുലിന്റെ വോട്ട്. അതുകൊണ്ട് തന്നെ നാളെ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ള ചില അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. രാഹുലുമായി അടുത്ത് നിൽക്കുന്ന പല നേതാക്കളും പറയുന്നത് രാഹുൽ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നിലവിലിപ്പോൾ ഏതായാലും അറസ്റ്റ് ഭീഷണി രാഹുലിനില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആദ്യത്തെ കേസിന്റെ കാര്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്, അതിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുക കൂടി ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏതായാലും രാഹുൽ ഇനി വരാനോ അല്ലെങ്കിൽ വന്ന് വോട്ട് ചെയ്യുമ്പോഴൊന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുമോ എന്നുള്ള ഭയമൊന്നും രാഹുലിന് ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ വന്ന് വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. നാളെ അദ്ദേഹം വരുമോ എന്ന് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത സൗഹൃദമുള്ള പല നേതാക്കളോടും ചോദിക്കുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരിൽ നിന്നൊക്കെ തന്നെ ലഭ്യമാകുന്ന ഒരു കാര്യം. ഏതായാലും നാളെ ഇതിൽ നമുക്ക് കൃത്യമായി തന്നെ ഒരു ഉത്തരം ലഭിക്കും. ഒരുപക്ഷെ നാളെ ഈ പോളിംഗ് ഒക്കെ അവസാനിക്കുന്ന അവസാന ഘട്ടത്തിൽ ഒരു 5 മണിയോടൊക്കെ അടുപ്പിച്ച് രാഹുൽ വന്ന് വോട്ട് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും രാഹുൽ വരും എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന പലരും പറയുന്നത്. ശരി, ഗോകുൽ പറഞ്ഞതുപോലെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജനപ്രതിനിധിയാണ്, പാലക്കാട് നിന്നുള്ള നിയമസഭാ അംഗമാണ്. അപ്പോൾ തന്റെ വോട്ടവകാശം അത് വിനിയോഗിക്കാൻ ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് ഒരു നിയമ നടപടിയും ഭയക്കേണ്ട ആവശ്യമില്ല. ആ സാഹചര്യത്തിൽ പാലക്കാട് നഗരസഭയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോട്ടുള്ളത്. പാലക്കാട് മത്സരിക്കാൻ വന്ന സമയത്ത് തന്നെ വോട്ട് പാലക്കാടേക്ക് അടൂരിൽ നിന്ന് മാറ്റിയിരുന്നു. അപ്പോൾ രാഹുലിന് വേണമെങ്കിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് നാളെ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. രാഹുലിന് പുറത്തേക്ക് വരാം. നിയമ നടപടിയൊന്നും ഭയക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പരാതിയിൽ ഡിസംബർ 15 വരെ, അതായത് അടുത്ത തിങ്കളാഴ്ച വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അന്നായിരിക്കും മുൻകൂർ ജാമ്യത്തിൽ ഹൈക്കോടതി ഒരു തീരുമാനമെടുക്കുക. രണ്ടാമത്തെ പരാതിയിൽ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്ന് തന്നെ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് വരാം.